എല്ലാവർക്കും നമസ്കാരം. ഗീതാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെറൈറ്റി രീതിയിൽ കൊഞ്ച് വറുത്തെടുക്കാനാണ് പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യം തന്നെ 1 കിലോ കൊഞ്ച് തോടെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. അതിനുശേഷം കൊഞ്ച് വറക്കാനുള്ള മസാലകൾ നമുക്ക് റെഡിയാക്കി എടുക്കാം. ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, പെരിഞ്ജീരകപ്പൊടി 1/4 ടീസ്പൂൺ, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ. ഞാൻ ഈ എടുത്തേക്കുന്ന പേസ്റ്റ് വീട്ടിലുണ്ടാക്കിയതാണ്, ചതച്ചെടുക്കാതെ അരച്ചാണ് എടുത്തേക്കുന്നത്. കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഉപ്പ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. എനിക്ക് 1 ടീസ്പൂൺ മതി, നിങ്ങൾക്ക് വേണമെങ്കിൽ 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അടുത്തത് നാരങ്ങാനീര് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. വെള്ളം 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കണം. കാരണം മസാല നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, മുളക് പൊടി, കുരുമുളക് പൊടി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഞാനിന്ന് ടൂത്ത് പിക്ക് ഉപയോഗിച്ചാണ് കൊഞ്ച് വറക്കാൻ പോകുന്നത്. ടൂത്ത് പിക്ക് ഈ കൊഞ്ചിലേക്ക് ഇറക്കി ഞാൻ ഈ കയ്യിലെടുത്ത് കാണിക്കുന്നത് പോലെ ഓരോന്നോരോന്നായിട്ട് എടുക്കണം നിങ്ങളും. ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ എല്ലാ ടൂത്ത് പിക്കും എടുത്തിട്ട് ഓരോരോ കൊഞ്ച് ഇതിലേക്ക് കുത്തി എടുത്ത് മാറ്റി നമുക്ക് വയ്ക്കാം. ഇപ്പോൾ ഈ കമ്പ് ഉപയോഗിച്ച് നമ്മൾ വറക്കുമ്പോഴത്തേക്കും അത് ചുരുങ്ങി പോകത്തില്ല. ഇപ്പോൾ അല്ലാതെ നമ്മൾ വറക്കുകയാണെങ്കിൽ അത് ഇങ്ങനെ ചുരുങ്ങി ഇരിക്കും. ഇതിപ്പോൾ നേരെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ആ കമ്പിൽ ഇങ്ങനെ കടിച്ച് തിന്നാനും നമുക്ക് എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഞാൻ. ആഹാ, ആ കൊഞ്ചെല്ലാം കൂടി കമ്പിൽ കുത്തി വെച്ചിട്ട് എന്താ ഒരു ഭംഗി! മസാല എല്ലാം പുരട്ടി നമ്മളതൊന്ന് വറുത്തെടുത്താൽ എന്തായിരിക്കും ഒരു രുചി. ഇനി നമുക്ക് ഓരോ കൊഞ്ചെടുത്തിട്ട് ഈ മസാലയെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഓരോന്നോരോന്നായിട്ട് എടുക്കാം. വറക്കാൻ ഉപയോഗിച്ചേക്കുന്ന കൊഞ്ച് ഇത് കായൽ കൊഞ്ചാണ്. ഈ കൊഞ്ച് ഞാൻ വാങ്ങിയത് ഗ്രാൻഡ് ഫിഷ് ചിക്കൻ ഹബ് കടയിൽ നിന്നാണ്. ഈ കടയുള്ളത് ജാലഹള്ളി, ബാംഗ്ലൂരിലാണ്. ഇവർ ഹോം ഡെലിവറിയും ചെയ്തു കൊടുക്കുന്നതാണ്. നല്ല ഫ്രഷ് മീനാണ് ഇവിടെ കിട്ടുന്നത്. ഈ ലൊക്കാലിറ്റിയിൽ താമസിക്കുന്നവർക്ക് ഹോം ഡെലിവറിയും അവർ ചെയ്തു കൊടുക്കും. അല്ലെങ്കിൽ നേരിട്ട് പോയി നിങ്ങൾക്ക് വാങ്ങിക്കാം. അവരുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഇപ്പം മസാല എല്ലാം പുരട്ടി നമുക്കൊരു 10 മിനിറ്റ് നേരം മാറ്റി വയ്ക്കണം. ഇത് 10 മിനിറ്റിന് ശേഷം ഗ്യാസ് കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയിൽ വെള്ള കുഞ്ഞു കഷ്ണങ്ങൾ കാണുന്നുണ്ടോ? ഇവിടെ ബാംഗ്ലൂരിൽ രാവിലെയും രാത്രിയും നല്ല തണുപ്പാണ്. അത് കാരണമാണ് എണ്ണ ഇങ്ങനെ കട്ട പിടിക്കുന്നത്. എണ്ണ നല്ലപോലെ ചൂടാകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇപ്പം ഗ്യാസ് ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഓരോ കൊഞ്ചും എണ്ണയിലേക്ക് ഇട്ട് വറുത്തെടുക്കാം. കൈയൊന്നും പൊള്ളിക്കാതെ സൂക്ഷിച്ച് വേണം ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാൻ. എണ്ണയുടെ ആവശ്യത്തിനനുസരിച്ച് വേണം കൊഞ്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇത്രയും എണ്ണ ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവർ പാനിനകത്ത് അല്പം എണ്ണ ഒഴിച്ചും വറുത്തെടുക്കാം. ഇനി ഒരു ഭാഗം ഒന്ന് മൂത്ത് വരട്ടെ. അതിനുശേഷം നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പം ദേ നമ്മുടെ കൊഞ്ച് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വയ്ക്കാം. അതേ കൊഞ്ചെല്ലാം വറുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ദേ ഈ പ്ലേറ്റിലേക്ക് ഒന്ന് സെർവ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്ത് വയ്ക്കുകയാണ്. പക്ഷേ എനിക്കിത് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇനി ഞാൻ വേറൊരു രീതിയിലാണ് ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത്. അത് നിങ്ങളെ ഞാനിപ്പോൾ കാണിക്കാം. ഇതുപോലെയാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത്.
നിങ്ങളും ഇതുപോലെ കൊഞ്ച് ഫ്രൈ ചെയ്തു ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.